ഹലോ ഫ്രണ്ട്സ്, ധ്വനി സ്പൈസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രാവലിംഗ് വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഏകദേശം ഒരു മാസം മുന്നെയാണ് കേട്ടോ അപ്ലോഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഡ്യൂട്ടിയിലെ കുറച്ച് തിരക്കുകളൊക്കെ കാരണം വീഡിയോ അപ്ലോഡിംഗ് ഒന്നും നടന്നില്ല. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുമരകത്താണുള്ളത്. ഒരു റിസോർട്ടിൽ നമ്മളവിടെ ചെന്നത് വരെയുള്ള വീഡിയോ അതിന് മുന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ജസ്റ്റ് ഒന്ന് റൂമിലൊക്കെ ചെന്ന് ഫ്രഷ് ആയ ശേഷം ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കുമരകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഷാപ്പ് ഫുഡ് കഴിക്കണമല്ലോ, അത് നിർബന്ധമാണെന്ന് തോന്നി. കാരണം ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് ഷാപ്പിലെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ കിളിക്കൂട് എന്ന് പറയുന്നൊരു ഷാപ്പിൽ വന്നിട്ട് കപ്പ, മീൻകറി, ചെമ്മീൻ, കള്ളപ്പം ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച് അങ്ങനെ അങ്ങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഞങ്ങൾ പോയത് ബോട്ടിങ്ങിനാണ്. കാരണം കുമരകത്ത് മെയിനായിട്ട് ബോട്ടിംഗ് ആണുള്ളത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള വള്ളങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന് ഷിക്കാര വള്ളങ്ങളും പിന്നെ ഇതാ കാണുന്ന പോലത്തുള്ള കെട്ടുവള്ളങ്ങൾ, വലിയ ഹൗസ് ബോട്ടുകൾ. അപ്പോൾ ഞങ്ങൾ ഹൗസ് ബോട്ട് എടുത്തില്ല, കാരണം ഞങ്ങൾ വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇത്രയും വലിയൊരു ഹൗസ് ബോട്ടിലേക്ക് പോകണ്ടെന്ന് കരുതി നമുക്ക് പ്രൈവറ്റായിട്ട് ഒരു ചെറിയ ഷിക്കാര വള്ളം എടുത്തു. അങ്ങനെ ഉള്ള വള്ളത്തിലാണ് നമ്മുടെ ഇന്നത്തെ ബോട്ടിങ്. അപ്പോൾ ഇത് ഷിക്കാര വള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ വള്ളമാണ്, വള്ളത്തിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് അത് കെട്ടി അടച്ചു വെച്ചിരിക്കുന്ന വള്ളം. നമ്മൾ കാശ്മീരൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലുള്ള ഷിക്കാര വള്ളങ്ങൾ ഒരുപാട് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു ബോട്ടിലാണ് നമ്മുടെ യാത്ര തുടരുന്നത്. ചെറിയ ചെറിയ കനാലുകൾ വഴിയൊക്കെ നമ്മൾ ഹൗസ് ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് കായലിലൂടെ മാത്രമാണ് ബോട്ടിങ് പറ്റത്തുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ വള്ളങ്ങളാവുമ്പോൾ നമുക്ക് ചെറിയ കനാലുകളിലും പിന്നെ ഇവരുടെ വില്ലേജ് ടൂറിസം, ഈ ഇവിടെ കുമരകത്തുള്ള ചെറിയ ചെറിയ വില്ലേജുകളുടെ ഉള്ളിലൂടെയൊക്കെ ഈ ചെറിയ കനാൽ വഴിയൊക്കെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ ഷിക്കാര വള്ളമാണ് കേട്ടോ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. ഇതാ കാണുന്ന ഒരു കിളിയെ കണ്ടില്ല, അതുപോലെ ഇത് അവിടുത്തെ ഒരു മെയിൻ ഒരു ചർച്ചാണ്. ഇതെല്ലാം ഇങ്ങനെ ഈ ചെറിയ കനാലുകളുടെ സൈഡിലും കായലിൻ്റെ സൈഡിലും ഒക്കെയാണ് കേട്ടോ. ഈ കിടക്കുന്നതൊക്കെ ചെറിയ ഷിക്കാര വള്ളങ്ങളാണ്. അപ്പോൾ ഒരുപാട് പേര് ഈ നാട്ടിൽ ഈ കുമരകത്ത് ടൂറിസം ഉപജീവന മാർഗമായിട്ട് ഒത്തിരി പേര് ജീവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടെ വരുമ്പോഴേ കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഞങ്ങളപ്പോൾ ചെറിയ ചെറിയ കനാലുകളിൽ നിന്നൊക്കെ പതുക്കെ കായലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് വേമ്പനാട്ട് കായലിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. വേമ്പനാട്ട് കായലിലേക്ക് ഉള്ള യാത്രയാണ്. ഈ പോകുന്ന വഴി മുഴുവൻ ആമ്പലുകളാണ്. ഇപ്പോൾ ആമ്പലെല്ലാം ഇങ്ങനെ കൂമ്പി നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റത്തില്ല. അതേസമയം അതിരാവിലെയൊക്കെ ബോട്ടിങ്ങിന് വരുവാണെങ്കിൽ ഇതെല്ലാം വിരിഞ്ഞ് നല്ല വയലറ്റ് നിറത്തിൽ നല്ല ഭംഗിയായിട്ട് ഇവിടെ നിൽക്കും കേട്ടോ. നല്ലൊരു പ്രത്യേക ഒരു വൈബാണ് ഇതിനകത്തൂടെ ബോട്ടിങ്ങിന് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇത് കണ്ടില്ല, ഇതിപ്പോൾ എല്ലാം കൂമ്പി നിൽക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കുമരകത്ത് വരുവാണെങ്കിൽ അതിരാവിലെയൊക്കെ ബോട്ടിങ്ങിന് വരണം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ്. അതുമാത്രമല്ല ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണല്ലോ പോകുന്നത്. ഈ പോകുന്ന ഒരു ഷിക്കാര വള്ളമാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോകുന്നതുകൊണ്ട് തന്നെ നല്ല വെയിലാണ്, ഭയങ്കര ചൂടുമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ബോട്ടിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമൊക്കെ പോവുകയാണെങ്കിലാണ് കേട്ടോ കുറച്ചും കൂടെ നമുക്ക് അതങ്ങ് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര ചൂട് കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞ് തിരിച്ചു പോയാൽ മതി എന്നൊരു തോന്നലായി. ഞങ്ങൾ ബോട്ടിങ് തിരഞ്ഞെടുത്തത് ഒരു 2 മണിക്കൂറത്തെ ബോട്ടിങ്ങാണ് കേട്ടോ. പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ശരിക്കും മടുത്തു കേട്ടോ. ഇത് നിർത്താമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് അങ്ങനെ ഒരു തീരുമാനമൊക്കെ ആയി കേട്ടോ. ഒരു വല്ലാത്തൊരു മുഷിപ്പ് തോന്നിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരുപാട് കിളികളുണ്ട് കേട്ടോ. ഇതൊക്കെ ദേശാടന പക്ഷികളാണെന്നാണ് നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നത്. ആ കാണുന്നതൊക്കെ ഓരോ റിസോർട്ടുകളാണ് കേട്ടോ, ചെറിയ ചെറിയ റിസോർട്ടുകളാണ്. അപ്പോൾ ഇവിടെയുള്ള വീടുകൾക്കൊക്കെ നമ്മുടെയൊക്കെ വീടിൻ്റെ മുന്നിൽ കാറുകളൊക്കെ പാർക്ക് ചെയ്തിരുന്നത് പോലെ നമുക്ക് ഈ കൈത്തോടുകളിലൂടെ പോകുമ്പം മനസ്സിലാകും കേട്ടോ. മിക്ക വീടിൻ്റെ മുൻപിൽ ചെറിയ ചെറിയ വള്ളങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ കനാൽ വഴിയും അല്ലെങ്കിൽ ഈ കായൽ വഴിയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ വള്ളങ്ങളാണ്. ഇപ്പോഴും റോഡ് വരാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇതിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്കുണ്ട് കേട്ടോ. ഇത് കാണുന്നത് വേമ്പനാട്ട് കായലാണ്. ഈ കായലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങറ്റം കാണുന്നത് ആലപ്പുഴയാണ്, ഇപ്പുറത്തെ സൈഡ് കോട്ടയാണ്. അപ്പോൾ നമ്മൾ കോട്ടയം ജില്ലയിൽ നിന്നാണ് കേട്ടോ, കുമരകത്ത് നമ്മൾ കോട്ടയം ജില്ലയിലാണ് നിൽക്കുന്നത്. ഇതാ കണ്ടില്ല, ഇവിടുത്തെ വീടുകളെല്ലാം തന്നെ ഇങ്ങനെ മതിൽ കെട്ടി തിരിച്ചിട്ടിരിക്കുന്നു. നേരിട്ട് ഇങ്ങനെയുള്ള കനാലുകളിലേക്കും കായലുകളിലേക്കും ഒക്കെയാണ് ഇറങ്ങുന്നത്. ചില വീടുകളിലേക്ക് ഇതുപോലെ റോഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ 4 വീലറൊക്കെ വരുന്ന വീടിന് മുറ്റത്ത് വരെ എത്തും. പക്ഷേ മിക്ക വീടുകളിലും റോഡ് മാർഗ്ഗമില്ല. അവർ മെയിനായിട്ടും വള്ളത്തിനെയാണ് ആശ്രയിക്കുന്നത്. പിന്നെ ആളുകളെല്ലാം കൂടുതൽ പേര് റിസോർട്ടുകളും അങ്ങനെയുള്ള ടൂറിസം മേഖലയായിട്ടാണ് കേട്ടോ ഈ ഒരു ഏരിയ മൊത്തം മാറ്റിയിരിക്കുന്നത്.
ഏകദേശം ഒരു 2 മണിക്കൂറിനടുത്ത് തന്നെ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ബോട്ടിങ്ങിനുള്ള ഒരു സമയം കിട്ടിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ തലേദിവസമാണ് കേട്ടോ. അപ്പോൾ അന്ന് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഡിന്നർ നമുക്ക് വേണ്ടിയിട്ട് അവിടെ റിസോർട്ടിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നൊന്ന് ഫ്രഷൊക്കെ ആയി റൂമിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത ശേഷം വൈകിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ റെസ്റ്റോറൻറ്റിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇവിടെ സൂപ്പുണ്ട്, ഒരുപാട് ഡിഷസുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൂപ്പുണ്ടായിരുന്നു, 2 തരത്തിലുള്ള ചിക്കൻ സൂപ്പും വെജ് സൂപ്പുമായിട്ട് 2 സൂപ്പുണ്ടായിരുന്നു. പിന്നെ സാലഡുകളുണ്ടായിരുന്നു. ഇത് ചിക്കൻ സാലഡാണ് കേട്ടോ. ചിക്കൻ സാലഡ്, ടോസ്റ്റഡ് സാലഡ്, അതുപോലെ തന്നെ ചാറ്റ് മസാല, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സൈഡ് ഡിഷുകളുണ്ടായിരുന്നു. പിന്നെ ഇത് കള്ളപ്പമാണ് കേട്ടോ ഇരിക്കുന്നത്, കള്ളപ്പം. പിന്നെ അടുത്തത് വരുന്നത് ചപ്പാത്തി. അപ്പോൾ നമുക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആണ്, നമുക്കതെടുത്ത് കഴിക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് കഴിക്കാമെന്ന് കരുതി. വൈറ്റ് റൈസ് ഉണ്ട്. പിന്നെ അടുത്തത് ഇപ്പോൾ വരുന്നത് വെജ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. വെജ് ഫ്രൈഡ് റൈസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അടുത്തത് ജിഞ്ചർ ചിക്കൻ ഉണ്ട്. പിന്നെ തവ ഫിഷാണ് കേട്ടോ. ഫിഷിൻ്റെ ഒരു ഐറ്റമാണ് ഇരിക്കുന്നത്, തവ ഫ്രൈഡ് ഫിഷ് മസാല. പിന്നെ ഈ കാണുന്നത് സ്പൈസി വെജ് കുറുമയാണ് കേട്ടോ, സ്പൈസി വെജ് കുറുമ. പിന്നെ ചില്ലി സോയ ഫ്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു വെജിറ്റേറിയൻ ഡിഷാണെന്ന് തോന്നത്തേ ഇല്ല. പിന്നെ ദാൽ ടൊമാറ്റോ, നമ്മുടെ പരിപ്പും തക്കാളിയും കൂടെയുള്ള കറി ഉണ്ടല്ലോ അത്, കേട്, പിക്കിള്, പപ്പടം, പിന്നെ ഫ്രൂട്ട് സലാഡ്, ഐസ്ക്രീം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡിന്നറിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അവരുണ്ടാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഡിന്നറെല്ലാം കഴിഞ്ഞു. ക്രിസ്മസിൻ്റെ കരോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്രിസ്മസ് കരോൾ വന്ന് പോയി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ക്രിസ്മസിൻ്റെ ആ ഒരു ഡെക്കറേഷനാണ് കേട്ടോ. മുഴുവൻ റിസോർട്ടും നമ്മൾ താമസിക്കുന്ന സ്ഥലവും വഴിയിലും എല്ലാം നിറയെ ലൈറ്റുകളാണ്. നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം പുറത്തുകൂടിയൊക്കെ നടന്നു. ചെറിയൊരു നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ റൂമിൽ പോയി നന്നായിട്ട് കിടന്നുറങ്ങി കേട്ടോ. ഒരു 10 മണിയോട് കൂടിയിട്ട് റൂമിൽ പോയി കിടന്നുറങ്ങി. കുറേ സമയം ഇങ്ങനെ മുറ്റത്തൂടെ നടന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നാളെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ 11 മണിയോട് കൂടിയിട്ട് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങാമെന്ന് കരുതി. നാളെ എന്നിട്ട് നമ്മൾ ഇവിടുന്ന് വാഗമണിന് പോകാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നീട്ടി വലിച്ച് ബോറടിപ്പിക്കുന്നില്ല. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.